കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകി കുടുംബത്തെ പുനരധിവസിപ്പിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP. കുറ്റക്കാരായവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം. വിഷയത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി നടത്തിയത് അപക്വമായ പ്രതികരണമാണെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പാർട്ടി നേതൃത്വം പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്നും സ്കൂൾ CPM നിയന്ത്രണത്തിൽ ആണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ഏതാണ്ട് തകര ഷീറ്റിട്ട സൈക്കിൾ സ്റ്റാൻഡിന് മുകളിലുള്ള തകര സ്റ്റാൻഡിൽ നിന്ന് 1 മീറ്റർ മാത്രം താഴെയാണ് ഊഞ്ഞാലാടുന്നത് പോലെ, മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചതുപോലെ ഊഞ്ഞാലാടുന്നത് പോലെയാണ് 3 ലൈനുകളുള്ള വൈദ്യുതി ലൈനുകൾ താഴ്ന്നു കിടക്കുന്നത്. മാത്രവുമല്ല, ഇത് മറ്റൊരു വലിയ ദുരന്തം ഒഴിവാക്കുകയാണ്. സത്യത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഇത് ചാഞ്ഞ് ഈ പറയുന്ന തകര ഷെഡുള്ള ഷെഡിൽ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം ഇതിനേക്കാൾ ഒരുപക്ഷെ കൂടുതലായിരിക്കാം. അപ്പോൾ ഇത്രയും ഗുരുതരമായ അപകടാവസ്ഥയിലേക്ക് ഈ പ്രശ്നം മാറിയിട്ടും എന്തുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നടപടികൾ സ്വീകരിച്ചില്ല? ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് എന്തുകൊണ്ട് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ആവശ്യമായ നടപടികൾ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വീകരിച്ചില്ല? ഇത് രണ്ടുപേരുടെയും, മാനേജ്മെൻറ്റിൻ്റെയും ബോർഡ് അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് അവരുടെ തന്നെ പ്രസ്താവനകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതാണ്. 2 ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളുണ്ട്, PTA ഭാരവാഹികൾ അടക്കമുള്ളപ്പോഴും അപകടകരമായ നിലയിൽ ലോ ടെൻഷൻ 3 ലൈൻ വൈദ്യുതി ലൈൻ ഇതുവഴി കടന്നു പോകുന്നത് റീപ്ലേസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ വീഴ്ചയല്ലേ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്?